الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن خلقناكم فلولا تصدقون. أفرأيتم ما تمنون. أأنتم تخلقونه أم نحن الخالقون. نحن قدرنا بينكم الموت وما نحن بمسبوقين. أفرأيتم ما تحرثون. أأنتم تزرعونه أم نحن الزارعون. സ്നേഹബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ, ഉത്കൃഷ്ടരായ സൃഷ്ടികളിൽ മനുഷ്യരായി നമ്മെ അള്ളാഹു സൃഷ്ടിക്കുകയും അവനേറ്റവും ഇഷ്ടപ്പെട്ട ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ അനുയായികളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിന് അള്ളാഹുവിനോട് നാം സദാസമയവും നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് അള്ളാഹു നമ്മോട് തിരിച്ചാവശ്യപ്പെടുന്നത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവണം. അതായത് അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് അവനെ അംഗീകരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ എന്താണോ അത് പഠിച്ച് അതനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ ഭൂമിയിലെ വളരെ കുറഞ്ഞ സമയത്തുള്ള ജീവിതം ആക്കി തീർക്കേണ്ടത്. ബഹുഭൂരിഭാഗം ആളുകളും ഇതിൽ നിന്നും വിഭിന്നമായ മാർഗമാണ്, വ്യക്തമായ സന്ദേശങ്ങളും പ്രബോധനങ്ങളും പ്രവാചകന്മാരെയും എല്ലാം നിയോഗിച്ചതിന് ശേഷവും ആളുകൾ തിരഞ്ഞെടുത്തത് കുഫറിൻ്റെയും തെമ്മാടിത്തരത്തിൻ്റെയും വഴി മാത്രമാണ്. മുൻകാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ വരികയും അവരുടെ സമയം കഴിയുമ്പോൾ അടുത്തവർ വരികയും ചെയ്യുമായിരുന്നു. അവസാനം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പ്രവാചകത്വ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇനി വേറെ ഒരു നബിയുടെയും ഒരു ഗ്രന്ഥത്തിൻ്റെയും ആവശ്യമില്ലാത്ത വിധത്തിൽ അള്ളാഹു
വളരെ കൃത്യമായ സന്ദേശം അവതരിപ്പിച്ച് വിശുദ്ധ ഖുർആനും നമ്മുടെ പ്രവാചകനെയും അള്ളാഹു നിയോഗിച്ചു. അതിനുശേഷമുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ പ്രവാചകനെ അനുസരിക്കുക, അംഗീകരിക്കുക, അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഈ ഒന്നല്ലാതെ വേറെ വഴിയൊന്നും നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനോ അവൻ്റെ അടുക്കൽ രക്ഷപ്പെടാനോ ഇല്ല തന്നെ. അതുകൊണ്ട് അതിനെ പഠിക്കുന്നതിലും അതിനെ മനസ്സിലാക്കുന്നതിലുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ, അഥവാ ത്വലബുൽ ഹലാലി ഫരീദത്തും ബഅദൽ ഫരീദ, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വഴികൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് നിർബന്ധമായിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കലും അതനുസരിച്ചുള്ള ജീവിതവും ആയിരിക്കണം. എന്നല്ലാതെ ഭൂമിയിൽ കാണുന്ന മറ്റു വഴികൾ തേടി അതിൻ്റെ പിന്നാലെ നാം പോയാൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, തിരിച്ച് രണ്ടാമത് ഇനി ഒരു ജീവിതം ഇതേപോലെ നമുക്ക് ഈ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാലാകാല പരാജയത്തിൻ്റെ പടുകുഴിയിൽ അഥവാ ജഹന്നമിലായിരിക്കും അവരുടെ സങ്കേതമെന്നും അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. നമ്മെ വശീകരിക്കാനും നമ്മെ ചതിക്കാനും പിശാചും അവൻ്റെ സൈന്യവും എല്ലാ മേഖലകളിലും അവരുടെ വലകൾ വിരിച്ചിട്ടുണ്ട്. ആ വലകൾ കെണിവലകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിയുള്ളവർ മുന്നേറുമ്പോഴാണ് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാതെ സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ ആരായാലും കൃത്യമായ അള്ളാഹുവിൻ്റെ ദീൻ തെരഞ്ഞെടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും നാളെ വിലപിക്കുന്ന അവസ്ഥയുണ്ടാവും. രക്ഷപ്പെട്ടവൻ എന്ന് പറയുന്നത് ഫമൻ സുഹ്സിഹ അനിന്നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. തെരഞ്ഞെടുപ്പിൽ ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 50 വർഷത്തേക്കോ രാജാവോ അല്ലെങ്കിൽ വലിയ നേതാവോ ആയി ഇരിക്കുക എന്നതല്ല. കാലാകാലത്തേക്കുള്ള ജീവിതത്തിൽ ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്നും ആര് രക്ഷപ്പെട്ടോ വ ഉദ്ഖിലൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് മഹാഭാഗ്യം അവന് കിട്ടിയോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു എന്ന. അല്ലാതെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു നേട്ടം കിട്ടിയതുകൊണ്ട് അയാളെ വിജയി എന്ന് പറയാൻ കഴിയില്ല. വമൽ ഹയാത്തുദ് ദുനിയ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഇല്ലാ മത്താഉൽ ഗുറൂർ, പിശാചിൻ്റെ കെണിവലകളും കബളിപ്പിക്കലും ചതിയും അല്ലാതെ വേറൊന്നുമല്ല. വളരെയധികം നാം ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ. എന്തെല്ലാം നേട്ടങ്ങളും സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ലഭിച്ചാലും അതൊന്നും കാലാകാലത്തേക്കുള്ളതല്ല. കാരണം മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നല്ല പ്രതാപത്തോടെ, നല്ല സാമ്പത്തിക സ്ഥിരതയോടെ, അല്ലെങ്കിൽ വലിയ അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ജീവിച്ചവർ പോലും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ പറയുമെന്ന മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എൻ്റെ കോടിക്കണക്കിന് വരുന്ന സമ്പത്തൊന്നും മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്ത് എനിക്ക് ഒരു ഉപകാരവും ഒരു ഗുണവും ഒരു നന്മയും ചെയ്തില്ലല്ലോ. എൻ്റെ അവസ്ഥ നിലവിൽ ഇതാണല്ലോ. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ രാജപദവിയും എൻ്റെ സൽത്തനത്തും എൻ്റെ അധികാരങ്ങളെല്ലാം എന്നെ നശിപ്പിച്ചു കളഞ്ഞു, എന്നിൽ നിന്നും അത് പോയി. എനിക്കതൊന്നും ഇന്ന് പ്രയോജനം ചെയ്തില്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ നന്മകൾ ചെയ്യാതെ വിട്ടേച്ചു പോയ ആ കാലം എനിക്ക് നിലവിൽ മനസ്സിലായി. എനിക്ക് ഒരവസരവും കൂടി തരുമോ ഞാൻ നന്മകൾ വാരിക്കൂട്ടാൻ എന്ന് ഇങ്ങനെയുള്ള ആളുകൾ നാളെ മരണത്തിന് ശേഷം അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൊക്കെ ആയി അവർ കഴിയുമ്പോൾ ഇങ്ങനെ വിലപിക്കുമെന്ന് അള്ളാഹു നമുക്ക് ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് നാം ദുനിയാവിൻ്റെയും അതിൻ്റെ ആളുകളുടെയും പിന്നാലെ പോകാതെ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ,
ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ സന്ദേശത്തെ സത്യപ്പെടുത്തിയില്ല, അതനുസരിച്ച് ജീവിച്ചില്ല? എൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് നബിമാരിലൂടെ മുർസലുകളിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങൾ, നമ്മളോട് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനെ നിങ്ങൾ എന്തുകൊണ്ട് സത്യപ്പെടുത്തിയില്ല? അപ്പോൾ നമ്മൾ പറയും, പടച്ചോനെ ഞങ്ങൾ അത് സത്യമാണെന്ന് അംഗീകരിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ന് നമുക്ക് വിചാരവും ഉണ്ടാവും. പക്ഷേ നമ്മുടെ നാവ് കൊണ്ടുള്ള പറച്ചലല്ലല്ലോ അള്ളാഹുവിന് ആവശ്യം. നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പറയലും പ്രവർത്തിക്കലും മനസ്സുകൊണ്ടുള്ള കൃത്യമായ വിശ്വാസവുമാണ് അള്ളാഹുവിന് ആവശ്യം. നാവ് കൊണ്ട് പറയാൻ എല്ലാവർക്കും കഴിയും. പറയുന്നത് ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലൂടെ കൊണ്ടുവരുന്നതിനാ പ്രയാസം. അതാണ് അള്ളാഹു നമ്മളോട് തന്നെ ചോദിക്കുന്നത്, നെഹ്നു ഖലഖ്നാക്കും, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ട് എന്തുകൊണ്ട് അതിനെ സത്യപ്പെടുത്തി ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നില്ല? അതാണ് ഫലൗലാ തുസദ്ദിഖൂൻ. എന്നിട്ട് ചില സാമ്പിളുകൾ അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുടെ, അള്ളാഹു ഇല്ല എന്ന്, സൃഷ്ടാവില്ല എന്ന് പറയുന്നവർക്ക്, അല്ലെങ്കിൽ അതിനെതിരിൽ സംസാരിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ സംസാരിക്കാത്ത നമ്മളെപ്പോലെയുള്ള പൂർണ്ണമായും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ കെട്ടിപ്പടുക്കാത്തവരോടുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം, അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അള്ളാഹുവിൻ്റെ ഒരു വളരെ എന്തെന്നില്ലാത്ത ഗൗരവം നിറഞ്ഞൊരു ചോദ്യമാണത്. നിങ്ങളാണോ അതിനെ ഒരു മനുഷ്യനായി സൃഷ്ടിക്കുന്നത്, അതല്ല ഞാനാണ്? നിങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ആ ദ്രാവകം മാസങ്ങൾക്ക് ശേഷം അതിനെ പല ഘട്ടങ്ങളാക്കി തിരിച്ച് മാറ്റി പുറത്തേക്ക് വരുമ്പോൾ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി, ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയാവാൻ കഴിവുള്ള, നടക്കാനും സംസാരിക്കാനും കഴിയുന്ന നിലയിൽ നിങ്ങൾ ശ്രവിക്കുന്ന ആ വെള്ളത്തെ ഒരണ്ടവുമായി ബന്ധപ്പെടുത്തി 40 നാളുകൾ കഴിഞ്ഞതിനെ വ്യത്യാസം വരുത്തി ആത്മാവിനെ ഊതി പുറത്തേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന പ്രവണത നിങ്ങളാണോ ചെയ്യുന്നത്, അതല്ല ഞാനാണോ? എൻ്റെ കഴിവാണോ? നിങ്ങളാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവം പറയാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. സൃഷ്ടാവില്ല എന്ന് പറയുന്നവർക്കും ഇത് ബാധകമാണ്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പൂർണാർത്ഥത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാത്ത നമുക്കും നമ്മോടും ഉള്ള ചോദ്യമാണിത്. ഓരോരുത്തരും വിശ്വസിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ച് ഓരോരുത്തരും ഞാൻ ഈ ചോദ്യത്തിന് എത്ര കണ്ട് എൻ്റെ റബ്ബിന് നാവിലൂടെയല്ല പ്രവൃത്തിയിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാകണം എന്ന ഒരു തീരുമാനമെങ്കിലും എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത, നിങ്ങൾക്ക് നാം നിങ്ങളെ മനുഷ്യനായി സൃഷ്ടിച്ച് ഭൂമിയിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് നാം മരണവും തീരുമാനിച്ചിരുന്നു. നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ തന്നെ അതെല്ലാം തീരുമാനിച്ച് പുറത്തു കൊണ്ടുവന്ന് ഇത്ര കാലം ഇത്ര വർഷം ഇവിടെ ജീവിക്കുമെന്ന് ഞാൻ റെക്കോർഡാക്കിയിരുന്നു. ഒമാ നഹ്നു ബിമസ്ബൂഖീൻ, അതിനെ മുൻകടക്കാൻ, അതിനെ കവച്ചു വയ്ക്കാൻ ഏതെങ്കിലും നിലയിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമേ അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ഉറപ്പായിരിക്കെ നിങ്ങളിൽ അതിസമ്പന്നനായ അല്ലെങ്കിൽ പ്രാപ്തനായ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു സമ്പന്നനോ അല്ലെങ്കിൽ ഒരു വൈദ്യനോ ഡോക്ടറോ ആരാകട്ടെ, അയാൾക്ക് ഞാൻ തീരുമാനിച്ച സമയം
ഒരൽപ്പം പോലും മാറ്റിവെക്കാൻ അയാൾക്ക് സാധ്യമേ അല്ല. ഇതെല്ലാം നിങ്ങൾ സമ്മതിച്ചിരിക്കെ എന്തുകൊണ്ട് എൻ്റെ സന്ദേശത്തെ നിങ്ങൾ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല? ഫലൗലാ തുസദ്ദിഖൂൻ. നിങ്ങളുടെ മരണത്തെ നിങ്ങൾക്ക് ഒരൽപ്പം, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സെക്കൻഡോ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിലൂടെ അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അഫറൈതും മാ തഹ്റുസൂൻ. വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെ നിഷേധിക്കുന്നവർ തൻ്റെ ഇടമുണ്ടെങ്കിൽ സുവ്യക്തമായ മറുപടി അവർ നൽകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ എന്നെ അനുസരിക്കണം. അതിനും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്ന, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന നരകം അല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് നൽകാനേയില്ല. അഫറൈതും മാ തഹ്റുസൂൻ. നിങ്ങൾ ചെയ്യുന്ന കൃഷികളെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന വിത്തുകൾ ഏത് രീതിയിലുള്ള വിത്തുകളാകട്ടെ, അതിനെ മുളപ്പിച്ച് വളർത്തി വലുതാക്കി അതിൽ കായ്കനികൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തിന്നാൻ പാകത്തിനാക്കി തരുന്നത് നിങ്ങളാണോ? നിങ്ങൾ പാടത്ത് നെല്ല് കൊണ്ടുപോയി വിതറും, അല്ലെങ്കിൽ തേങ്ങയുടെ വിത്ത് നിങ്ങൾ വയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിത്തുകൾ നിങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നു. ഈ ഭൂമിയിൽ വച്ച വിത്തിനെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് കഴിക്കാനും നിങ്ങൾക്ക് കുടിക്കാനുമുള്ള പഴച്ചാറുകളും പഴങ്ങളും ഭക്ഷിക്കാനുള്ള മറ്റ് വിഭവങ്ങളുമാക്കി നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്ന വിത്തിനെ ഈ നിലയിൽ സംവിധാനിച്ച് കൊണ്ടുവരുന്നവൻ ഞാനാണോ നിങ്ങളാണോ? നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിയുമോ? ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ഫലൗലാ തുസദ്ദിഖൂൻ. നിങ്ങൾ എൻ്റെ സന്ദേശത്തെ എന്തുകൊണ്ട് സത്യപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നില്ല? നിങ്ങൾ ജീവിച്ചു വന്ന ഒരു ജീവിത രീതിയിലൂടെ അല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ ഇസ്ലാമികമായി, ഖുർആനികപരമായി, സുന്നത്തുപരമായുള്ള ഒരു ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് ഒരു പരിവർത്തനം നിങ്ങൾക്ക് സാധിക്കുന്നില്ല? സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചുപോയ നല്ല മനുഷ്യരാണ്. അവർ ഒരു വേള വളരെ മോശം അവസ്ഥയിൽ ജീവിച്ചവരായിരുന്നിട്ട് അവരോട് ഇതേപോലെയുള്ള ആയത്തുകൾ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതിക്കൊടുത്തപ്പോൾ അവർ അതിനെ മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറായി. അവർ സമൂലം മാറിയ ഒരു വലിയ മനുഷ്യരായി തീർന്നു. അള്ളാഹു അവരെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞു. റസൂൽ മുബാറക്കായ നാവ് കൊണ്ട് അവരെപ്പറ്റി ഒരുപാട് വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ജീവിത അവസ്ഥയിൽ നിന്നും അവർ മാറിയത് കൊണ്ടാണ് ഈ ഒരു നേട്ടം അവർക്ക് ലഭിച്ചത്. മുഴു പലിശക്കാരായിരുന്നു, മുഴു കുടിയന്മാരായിരുന്നു, മുഴു പോക്കിരികളായിരുന്നു, കൊലപാതകികളായിരുന്നു, പിടിച്ചുപറിക്കാരായിരുന്നു, അക്രമികളായിരുന്നു, വ്യഭിചാരികളായിരുന്നു. എല്ലാ തിന്മകളും ഹോൾസെയിൽ എടുത്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആ മനുഷ്യര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ അവരുടെ ഹൃദയത്തിന് പരിവർത്തനം സംഭവിക്കുകയും അവർ അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിതാ അംഗീകരിച്ചു പടച്ചോനെ, ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ സത്യസന്ധരായി ഇനി മാറാം എന്ന് ഈ മോശം അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകളിൽ സഹോദരങ്ങളെ മാറ്റമുണ്ടാക്കിയ ഖുർആനാണ് നമ്മുടെ കയ്യിൽ ഇന്നുമുള്ളത്. തുടർന്ന് അള്ളാഹു വീണ്ടും ചോദിക്കുക നിരവധി ചോദ്യങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അർദ്ധനിഷേധികൾക്കും. അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, ദാഹിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമുഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘത്തിൽ നിന്നും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്
ഓരോ നാടുകളിലേക്കും നിങ്ങൾക്കുള്ള സൗകര്യപ്രദമായ നിലയിൽ വെള്ളത്തെ ഇറക്കി കുടിക്കാൻ തരുന്നതും കുളിക്കാൻ തരുന്നതും നിങ്ങളുടെ നാൽക്കാലികൾക്ക് കുടിക്കാനും നിങ്ങളുടെ കൃഷികൾക്ക് ഭക്ഷണത്തിനുമൊക്കെയായി സംവിധാനിച്ച നിലയിൽ മഴയെ കൊണ്ടുവന്നു തരുന്നവൻ ഞാനോ നിങ്ങളോ? അപ്പം മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് പല നാടുകളിലും പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ കണ്ടുവരാറുണ്ട്. ഈ വിസ്ഫോടനമായ നിലയിലാണ് അള്ളാഹു മേഘത്തിൽ നിന്നും വെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, നമുക്കിവിടെ സുഖമായി ഇന്ന് നാം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. മറിച്ച് സ്പ്രേ ആയ നിലയിൽ ഓരോ നാട്ടിലും എത്രയാണോ വേണ്ടത് ആ അളവിലാണ് അള്ളാഹു അതിനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വിസ്ഫോടനവും അല്ലെങ്കിൽ കുത്തി ഒഴിക്കലെല്ലാം വരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും തസ്ദീഖ് അഥവാ ഫലൗലാ തുസദ്ദിഖൂൻ എന്ന് അള്ളാഹു ചോദിച്ച ആ സന്ദേശത്തെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിൽ വന്ന കുറവുകൾ, അതിന് ഒരു ചെറിയ ഡോസേജ് മരുന്നാണ് ഈ വിസ്ഫോടനം എന്നൊക്കെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. സ്പ്രേ ആയ നിലയിൽ അള്ളാഹു നമുക്ക് മഴ വർഷിപ്പിക്കുമ്പോൾ നമ്മുടെ വീടുകൾക്കോ നമ്മുടെ കൃഷികൾക്കോ നമ്മുടെ റോഡുകൾക്കോ ഒരു തടസ്സവുമില്ല. നല്ല നിലയിലുള്ള വെള്ള സംവിധാനമാണ് അള്ളാഹു നൽകുന്നത്. മറ്റേ നിലയിലാണെങ്കിൽ നമ്മുടെ വീടുകളും നമ്മുടെ റോഡുകളും നമ്മുടെ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്നത് കൂടാതെ നമ്മുടെ വീടുകളിലൂടെ കയറി ഒഴുകി വീടിരുന്ന സ്ഥലത്ത് പുഴയാകും, പുഴയുള്ള സ്ഥലത്ത് മൺകൂനകളായി മാറും. അള്ളാഹു ആക്കിയിട്ടുണ്ട്. സബഹ് സൂറത്തിൽ വിവരങ്ങളെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്കിയ ജനതയെ പറ്റി. അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചോ? ഞാനാണോ നിങ്ങളുടെ ജീവിതത്തിന് ഗുണകരമായ നിലയിൽ സംവിധാനത്തോടുകൂടി സ്പ്രേ ആയ നിലയിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഉണ്ടാക്കി തരുന്നത്? അള്ളാഹു എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തിനെ ഞാൻ ഉപ്പ് രസമുള്ളതാക്കി മാറ്റാമായിരുന്നു. നിങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് ഇറക്കുന്ന നിങ്ങളുടെ വീടുകളിലേക്കും കുളങ്ങളിലേക്കും ഒക്കെ നാം ഇറക്കുന്ന വെള്ളം കയ്പുള്ളതും ഉപ്പ് രസമുള്ളതുമാക്കി ഞാൻ മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റാത്തതെന്ന് അറിയുമോ? നിങ്ങൾ നന്ദി കാണിക്കുന്ന ജനതയായി മാറാൻ വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. നിങ്ങൾക്ക് അവസരം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ് നന്ദിയുള്ളവരായി മാറാൻ. ഇല്ലെങ്കിൽ ആ ഇറക്കുന്ന വെള്ളത്തെ ഞാൻ ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. പിന്നെ നിങ്ങൾ എവിടെ പോയാണ് നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾ കൊണ്ടുവരിക? മുൽക്കിന്റെ അവസാനത്തിലും അള്ളാഹു ചോദിച്ചത് ഇങ്ങനെയാ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ. നബിയെ ചോദിക്കുക, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നാം അതിനെ അവിടെ അള്ളാഹു ചോദിച്ചത്, നാം അതിനെ വറ്റിച്ചു കളഞ്ഞിരുന്നുവെങ്കിൽ ഒരു സ്ഥലത്തും വെള്ളമില്ല. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് കുടിക്കാൻ സുഖകരമായ രുചിയുള്ള വെള്ളം, ഒഴുകുന്ന വെള്ളം ആര് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും? ഫലൗലാ തുസദ്ദിഖൂൻ, ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ സന്ദേശത്തെ സത്യപ്പെടുത്തിയതായി നിങ്ങളുടെ ജീവിതം ഞാൻ കാണുന്നില്ല? അള്ളാഹു ചോദിക്കുക. നാവ് കൊണ്ട് സത്യപ്പെടുത്തി പടച്ചോനെ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അള്ളാഹു നിരന്തരം ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ആവർത്തിക്കുന്നുണ്ട്. ഞാൻ സൃഷ്ടിച്ച ജീവികളെപ്പറ്റി, അതിൽ ഒട്ടകത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരോട് ഇത് ചോദിക്കാൻ കാരണം അവർ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു അവരിൽ ബഹുഭൂരിഭാഗത്തിൻ്റെയും ജീവിതം. നിങ്ങൾ മേഞ്ഞു നടക്കുന്ന, നിങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന, നിങ്ങൾ പാല് കറന്നു കുടിക്കാൻ ഉപയോഗിക്കുന്ന, കൃഷിക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആ വാഹനമുണ്ടല്ലോ ഒട്ടകം, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അവസ്ഥകളെന്ന്? അത് സഞ്ചരിക്കുന്ന ആ നാട്ടിലൂടെ സുഖകരമായ നിലയിൽ സഞ്ചരിക്കാൻ നമ്മുടെ ഇന്നാട്ടിലുള്ള മൃഗങ്ങളുടെ കാലുകളും പാദങ്ങളും കുളമ്പുകളും പോരാ. ആ നാട്ടിലുള്ള
സഞ്ചാരത്തിന് അനുകൂലമായ നിലയിലുള്ള സംവിധാനമാണ് അള്ളാഹു അതിൻ്റെ കുളമ്പുകളിൽ പോലും അല്ലെങ്കിൽ പാദങ്ങളിൽ പോലും അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇവിടെയുള്ള ദാഹജലത്തിനുള്ള സൗകര്യം പോരാം അവിടത്തേത്. കാരണം മരുഭൂമിയിലൂടെ ദീർഘമായി സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വെള്ളം ശേഖരിക്കാനുള്ള പ്രത്യേക സംവിധാനത്തോടു കൂടിയാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഒട്ടകത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? വൈലസ്സമായി കൈഫ റുഫിഅത്, നിങ്ങളുടെ തലയ്ക്കു മീതെ നിൽക്കുന്ന ആകാശത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ബിഗൈരി അമദിൻ തറൗനഹ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആ മച്ചിനൊരു തൂണേ കാണാൻ കഴിയില്ല, എന്നിട്ടും അതിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ആരാണത്? നിങ്ങൾ നിഷേധിക്കുന്ന അള്ളാഹുവാണ്. ബുദ്ധിയുള്ളവരെ, മുസ്ലിങ്ങളെ, ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു സത്യസന്ധത കാണുന്നില്ല? അള്ളാഹു നമ്മളോട് ചോദിക്കുക, മറ്റവരെ കൂടാതെ അതിലുപരിയായി ഉണ്ട് എന്ന്. അള്ളാഹുവാണ് എൻ്റെ സൃഷ്ടാവ്, അവനാണ് എനിക്ക് അന്നം തരുന്നവൻ, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ എന്ന് അംഗീകരിച്ച നമ്മളോട് അള്ളാഹു ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഫലൗലാ തുസദ്ദിഖൂൻ. ആകാശത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കീറലോ പൊട്ടലോ വർഷങ്ങളായി, നാം തന്നെ ജനിച്ചിട്ട് 50 60 ഒക്കെ വർഷമായി, ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആരാണ് അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്? വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വതത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആരാണ് അതിനെ കുന്തം പോലെ കുത്തി നിർത്തിയിരിക്കുന്നത്? ഭൂമിയുടെ സഞ്ചാരത്തിനും ഭൂമിയിൽ മനുഷ്യർക്കും ഇതര വസ്തുക്കൾക്കും ജീവിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ നിലയിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഈ പർവ്വതത്തെ ആണിയായി അള്ളാഹു ഇതേ നിലയിൽ കുത്തി നിർത്തിയിരിക്കുന്നത്. വൈലല്ലർദി കൈഫ സുത്തിഹത്ത്, ഭൂമിയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കിടക്കാനും കുളിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന, കൃഷിക്കുമൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഈ ഭൂമി ആരാണ് അതിനെ ആകാശത്തിൻ്റെ കീഴെ പർവ്വതത്തിൻ്റെ ചുറ്റുമായി അതിനെ ഇങ്ങനെ പരത്തി വച്ചത്? അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളാണ്. ഇതൊന്നും ഒരു തമാശ ചോദ്യമല്ല, ഗൗരവമുള്ള ചോദ്യങ്ങളാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ നൽകിയിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ കുത്തിന് നാളെ പിടിക്കുക തന്നെ ചെയ്യും. ഒരുപാട് ആളുകൾ വഴികെട്ട് പോകുന്നതിന് നമ്മുടെ ജീവിതം കാരണമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. അതിൻ്റെ ചെറിയ പണിഷ്മെന്റുകളാണ് വ്യത്യസ്തങ്ങളായ നിലയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പല നിയമങ്ങളിലായിട്ടും പല പ്രവർത്തികളിലൂടെ ഒക്കെയായിട്ടും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് ഏതൊക്കെ നിലയിൽ മടങ്ങേണ്ടതുണ്ടോ ആ നിലയിലെല്ലാം നമ്മുടെ ജീവിതത്തെ മടക്കുകയും പറിച്ചു നടുകയും വേണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന് ഈ ഒരു തലമുറയെ മാറ്റി അടുത്തൊരു തലമുറയെ കൊണ്ടുവരുന്നതിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരക്കണക്കിന്. അങ്ങനെ വന്നവരുടെ പിൻഗാമികളാ ഞാനും നിങ്ങളുമൊക്കെ. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനോട് നല്ല ഹൃദയവും ശുദ്ധ മനസ്സുമായി കണ്ടുമുട്ടാനുള്ള അവസരത്തിന് വേണ്ടി ആയിരിക്കണം ശിഷ്ടമുള്ള ഇനിയെങ്കിലുമുള്ള നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ അവൻ്റെയും അവളുടെയൊക്കെ പുറകെ നടന്ന് അവരുടെ പുറകെ ഇൻകുലാബും വിളിച്ച് അവിടെ ദീനുമില്ല, ഇസ്ലാമുമില്ല, ഒന്നുമില്ല, അവിടെ താൻ പോരിമയും തൻ്റെ പാർട്ടിയും അതിന് മാത്രം സിന്ദാബാദും അതിൻ്റെ വിജയത്തിനും വേണ്ടി മാത്രം സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ ഇതിന്ന് തീരും. തീരാത്തത് നമ്മുടെ ഈ ജീവിത ലോകത്ത് എഴുതി വെച്ച കർമ്മ പുസ്തകത്തിലുള്ള റഖീബ് അതീദ് അലൈഹിമ സ്വലാത്തു വസ്സലാമിൻ്റെ റിക്കാർഡിക്കലാണ്. ആ റിക്കാർഡ് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹാഉമുഖറഹു കിതാബിയ എന്ന് പറയാൻ എനിക്ക് കഴിയണം, നമുക്ക് കഴിയണം. ദേ നോക്ക് എൻ്റെ പുസ്തകം, ഇഖ്റഉ നിങ്ങളും വായിച്ചോ, കിതാബിയ എൻ്റെ ഈ പുസ്തകം.
എന്ന് തൻ്റെ ഇടത്തോടുകൂടെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരോട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ആ പുസ്തകത്തിൽ നാം നന്മകൾ കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ നന്മ നിറയണമെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നാം ജീവിച്ചേ പറ്റൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ മനുഷ്യർക്കും നന്മയുടെ വഴി തെരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഅ്താ ബി അൻഉമി അഹ്ലി ദുനിയ മിൻ അഹ്ലിൻ നാരി യൗമൽ ഖിയാമ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ സുഖിയനായ, എന്നാൽ നരകത്തിന് അർഹനായ, നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടിയ ഏറ്റവും സൗകര്യമുള്ള ഒരാളെ അള്ളാഹു നാളെ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിന്നാർ സ്വബഗ, അവനെ നരകത്തിലേക്കൊന്ന് മുക്കിയെടുക്കും. സുമ്മ യുഖാലു, അവനോട് ചോദിക്കും, യബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമൻ ഖത്തു. നീ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും സുഖം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ആരെ കൊണ്ടുവന്നത്? ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ സുഖം മാത്രം കിട്ടിയ ഒരു മനുഷ്യനെ കൊണ്ടുവന്നത്. അവനോട് നരകത്തിൽ അവനെ മുക്കിയെടുത്തതിന് ശേഷം ചോദിക്കും, എന്തെങ്കിലും സുഖം നിന്റെ ജീവിതത്തിൽ ഭൂമിയിൽ 90 കൊല്ലം അല്ലെങ്കിൽ 75 കൊല്ലം നീ ജീവിച്ചപ്പോൾ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഫയഖൂലുല വല്ലാഹി യാ റബ്ബി. ആ മനുഷ്യൻ പറയാണ്, പടച്ചോനെ ഇല്ല, പടച്ചോനെ നിന്നെ തന്നെ സത്യം, വല്ലാഹി യാ റബ്ബി, ഒരു നന്മയും ഞാൻ ഭൂമിയിൽ ഒരു ഗുണങ്ങളും ഒരു സുഖങ്ങളും ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടേയില്ല എന്ന് ഈ മനുഷ്യൻ പറയും. വേറൊരാളെ അള്ളാഹു കൊണ്ടുവരും. അയാൾ സ്വർഗവാസിയാണ്, പക്ഷെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കഷ്ടപ്പാടും രോഗവും എടങ്ങേറും പ്രയാസവും അല്ലാതെ ആ മനുഷ്യൻ ഇവിടെ അനുഭവിച്ചിട്ടേയില്ല. അതിലെല്ലാം അയാൾ സഹിച്ചു, ക്ഷമിച്ചു. നല്ല മനുഷ്യനായിരുന്നു, സ്വർഗവാസിയാണ്. ഫയുസ്ബഗു സബഗതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാളെ ഒന്ന് പ്രവേശിപ്പിക്കും. ഫയുഖാലു ലഹു, പുറത്തു കൊണ്ടുവന്നിട്ട് അയാളോട് ചോദിക്കും, ഇബ്ന ആദം, മനുഷ്യ, ഹൽ റഅയ്ത ബുഅസൻ ഖത്തു, ഭൂമിയിൽ നീ ഒരു 75 കൊല്ലം ജീവിച്ചുല്ലോ, അല്ലെങ്കിൽ 80 കൊല്ലം, അല്ലെങ്കിൽ 100 കൊല്ലം ജീവിച്ചു, എന്തെങ്കിലും ഒരു പ്രയാസം നിനക്ക് ഭൂമിയിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഫയഖൂലു, അയാൾ പറയും, ലാ വല്ലാഹി യാ റബ്ബി, പടച്ചോനാണ്, ഒരു പ്രയാസവും ഞാൻ 80 കൊല്ലം 90 കൊല്ലം 100 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എനിക്കുണ്ടായിട്ടേയില്ല. എല്ലാം നല്ല റാഹത്തായിരുന്നു. മാ മർറ ബി ബുഅസുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദത്തുൻ ഖത്തു, ഒരു പ്രയാസവും ഒരു ഇടങ്ങേറും ഒരു കഷ്ടപ്പാടും എനിക്കുണ്ടായിട്ടേയില്ല എന്ന് ഈ മനുഷ്യൻ നാളെ അള്ളാഹുവിനോട് പറയും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ ഹദീസ്, ഈ ഒരു വൃത്താന്തം നമ്മെ പഠിപ്പിച്ചത്? ഈ ഭൂമിയിലെ ജീവിതം എത്ര സുഖം നിറഞ്ഞതാണെങ്കിലും നാളെ ആഖിറത്തിൽ നാം നരകത്തിൽ കടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഒന്നുമല്ലത്. ഈ ഭൂമിയിലെ ജീവിതം എത്ര കഷ്ടപ്പാടും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നാം രക്ഷപ്പെട്ടവനാണെങ്കിൽ ഈ കഷ്ടപ്പാട് ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും
നമ്മെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ അഹ്ലുൽ ജന്നയിൽ പെട്ടവൻ ആകാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ മുറുകെ പിടിക്കാനും ഒരു വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും ഒരു വിധത്തിലുള്ള മനുഷ്യ ജിന്ന് പിശാചുക്കളുടെ വശീകരണത്തിലും പെടാതെ തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദ വാലിദീനാ വഔലാദിനാ. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന